നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ, ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ, കാൻഗ്രൂസ് ബാഗ് ബസാർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കാര്യങ്കോട് തേജസ്വിനി പുഴയിലേക്ക് കാർ മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഏഴിലോട് സ്വദേശിനി രാധികയാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെയാണ് അപകടം. കുഞ്ഞിമംഗലം മൂശാരിക്കോവിലിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണം. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് ഒരു സംഘം ഓഫീസിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തത്. കടുമേനി ബോംബെ മുക്കിൽ കുടുംബശ്രീ വിപണന കേന്ദ്രത്തിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ അനാസ്ഥയെന്നാരോപിച്ച് നാട്ടുകാർ പ്രവൃത്തി തടഞ്ഞു. പ്രവൃത്തി തടഞ്ഞത് സ്ഥലത്ത് നേരിയ തോതിൽ വാക്കുതർക്കത്തിന് ഇടയാക്കി. സ്ഥലത്തിന്റെ ലഭ്യത കുറവാണ് പല വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സമാകുന്നതെന്ന് ടി വി രാജേഷ് MLA. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല നടപടിയുണ്ടാകുമ്പോൾ ജനങ്ങളും പൂർണ്ണമായും സഹകരിക്കണമെന്ന് MLA. ആധുനികതയിൽ നിറമങ്ങിപ്പോയ ടൈപ്പ് റൈറ്ററുകൾക്ക് പുനർജനി. ഗൾഫ് നാടുകളിലടക്കം ജോലി സാധ്യതയ്ക്ക് ടൈപ്പ് റൈറ്റിംഗ് മാനദണ്ഡമാക്കിയതാണ് ടൈപ്പ് റൈറ്റിംഗിനെ വീണ്ടും സജീവമാക്കുന്നത്. കുണിയൻ കിഴക്കേക്കരയിലെ പവിത്രന്റെയും കുടുംബത്തിന്റെയും ജീവിതം ഇനി പ്രകാശപൂർണ്ണം. KSEBയുടെ സഹായഹസ്തത്തിൽ പവിത്രന്റെ വീട്ടിൽ വൈദ്യുതി ലഭിച്ചു. വാർത്തകൾ വിശദമായി. കാര്യങ്കോട് പാലത്തിന് താഴെ തേജസ്വിനി പുഴയിൽ നാനോ കാർ മറിഞ്ഞ് ഏഴിലോട് സ്വദേശി 15 വയസ്സുകാരി മരണപ്പെട്ടു. 6 പേരെ പരിക്കുകളോടെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. പാലക്കുന്ന് ഭരണി ഉത്സവം കണ്ട് മടങ്ങിയവരാണ് കാര്യങ്കോട് പാലത്തിന് സമീപത്തു നിന്നും തേജസ്വിനി പുഴയിലേക്ക് വീണത്. കൈവരിയില്ലാത്ത താഴ്ചയുള്ള ഭാഗത്തേക്ക് KL13AC 3072 നാനോ കാറിൽ മരണപ്പെട്ട രാധികയടക്കം 7 പേരാണ് ഉണ്ടായിരുന്നത്. ജിഷ്ണു, ജിജിന, നാരായണൻ, പത്മിനി, ശാരദ, ഷിജു എന്നിവരെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്മിനിയുടെ മകളാണ് മരണപ്പെട്ട രാധിക. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെ മത്സ്യത്തൊഴിലാളികളാണ് സംഭവം ആദ്യം കണ്ടത്. അവരുടെ സന്ദർഭോചിതമായ പ്രവർത്തനമാണ് മറ്റുള്ളവരെ രക്ഷിക്കാനായതെന്നാണ് അറിയുന്നത്. മത്സ്യത്തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃക്കരിപ്പൂരിൽ നിന്നും കാഞ്ഞങ്ങാട് നിന്നും ഫയർഫോഴ്സും നീലേശ്വരം സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ചന്തേരയിൽ നിന്നും ചീമേനിയിൽ നിന്നും എത്തിയ പോലീസുകാരും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ മുഴുകി. ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. തൃക്കരിപ്പൂർ MLA K. കുഞ്ഞിരാമൻ സംഭവസ്ഥലം സന്ദർശിച്ചു. പിന്നെ ഫയർഫോഴ്സും ആളുകളൊക്കെ വന്ന് എടുക്കുമ്പോഴേക്കും ചെറിയ ജീവനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ മരിച്ചു. അപ്പോൾ ഇതിൽ പറയാനുള്ളത് ഈ റോഡിൻ്റെ ഒരു ശോച്യാവസ്ഥയുണ്ട്. റോഡിൻ്റെ 2 സൈഡുകളിലും ഈ പ്രൊട്ടക്ഷൻ വാളോ പാലത്തിൻ്റെ 2 സൈഡിലും പ്രൊട്ടക്ഷൻ വാള് അല്ലെങ്കിൽ അതുപോലുള്ള സംരക്ഷണ ഭിത്തികളൊന്നും തന്നെ ഇല്ല. ഏതവസരത്തിലും ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പാർശ്വഭിത്തിയുടെ അഭാവമാണ് അടിക്കടി ഉണ്ടാകുന്ന അപകട കാരണമെന്ന് MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം മൂശാരിക്കോവിലിൽ കോൺഗ്രസ് ഓഫീസായ ഇന്ദിരാഭവനു നേരെ അക്രമം. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെ എത്തിയ ഒരു സംഘം അടിച്ചു തകർക്കുകയായിരുന്നു. ഓഫീസിനു നേരെ നടക്കുന്ന 6ാമത്തെ അക്രമമാണ്. 20ഓളം ജനൽപ്പാളികളുടെ ഗ്ലാസുകൾ തകർത്ത നിലയിലാണ്. ശബ്ദം കേട്ട് ആളുകൾ എത്തുമ്പോഴേക്കും അക്രമികൾ ഓടിമറിഞ്ഞതായി നേതാക്കൾ പറയുന്നു. ഇതിൻ്റെ അളവ് ഇനി ഇത് പുനർനിർമ്മിക്കാൻ അളവ് കൊടുക്കേണ്ടതായിട്ടില്ല. നിരവധി തവണ അവരെടുക്കുന്ന ചില്ല് വാങ്ങിയതുകൊണ്ട് ഈ ഓഫീസിൻ്റെ ജനൽ ചില്ലുകളുടെയും വാതിലുകളുടെയും ഒക്കെ വ്യക്തമായ അളവുകളും കണക്കുകളും ഇത് വാങ്ങുന്ന കടക്കാരൻ്റെ കയ്യിൽ ഉണ്ട് എന്നതാണ് വസ്തുത. ഇങ്ങനെ നിരന്തരം, കാരണം ഇവിടെ ഈ മേഖലകൾ കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കേറെ സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ്.
ഇവിടെ മാത്രമല്ല, എടാട്ടെ കോൺഗ്രസ് ഓഫീസ് നശിപ്പിക്കപ്പെട്ടു, ചെറാട്ടെ കോൺഗ്രസ് ഓഫീസ് നശിപ്പിക്കപ്പെട്ടു. ഇതൊരു തവണയല്ല, 3-4 തവണ അവിടങ്ങളിലൊക്കെ കോൺഗ്രസ് ഓഫീസ് നശിപ്പിക്കപ്പെട്ടു. നിരവധിയായ പാർട്ടി സ്ഥാപനങ്ങളും നിരവധിയായ പാർട്ടി ഓഫീസുകളും എല്ലാ കവലകളിലും മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി. കോൺഗ്രസ് നേതാക്കളായ എൻ നാരായണൻ, DCC അംഗം അഡ്വക്കേറ്റ് ടോണി ജോസഫ്, കെ വിജയൻ, സതീശൻ, MK ബാലൻ എന്നിവർ സന്ദർശിച്ചു. കടുമേനി ബോംബെ മുക്കിൽ കുടുംബശ്രീ വിപണന കേന്ദ്രത്തിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പണിയിൽ അഴിമതിയുണ്ടെന്ന് കാണിച്ച് കോൺക്രീറ്റ് പണി നാട്ടുകാർ തടഞ്ഞു. ഞായറാഴ്ച രാവിലെ പ്രവൃത്തിക്കായി തൊഴിലാളികൾ എത്തിയപ്പോഴായിരുന്നു നാട്ടുകാർ പ്രവൃത്തി തടഞ്ഞത്. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് ചെറിയ തോതിൽ വാക്കുതർക്കവും നടന്നു. 6 മീറ്റർ വീതിയിലും 5 മീറ്റർ നീളത്തിലുമാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത് 5.5 ലക്ഷം രൂപയാണ്. അതുകൊണ്ട് തന്നെ നിർമ്മാണ ചിലവിന്റെ ഇരട്ടിയാണെന്ന പരാതി മുൻപേ ഉണ്ടായിരുന്നു. ഇതുകൂടാതെയാണ് ഇന്ന് രാവിലെ കോൺക്രീറ്റ് ചെയ്യാനെത്തിയ പണിക്കാരെയും കോൺട്രാക്ടറെയും നാട്ടുകാർ തടഞ്ഞത്. ഈ കെട്ടിടത്തിന്റെ ബീം കോൺക്രീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായത്ര കമ്പി ഉപയോഗിച്ചിട്ടില്ലെന്നും ഉപയോഗിച്ചവയെല്ലാം ആവശ്യത്തിനുള്ളവയല്ലെന്നും പരാതിക്കാർ പറയുന്നു. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എഞ്ചിനീയറും സംഭവസ്ഥലം സന്ദർശിക്കുകയും കോൺക്രീറ്റ് നടത്തിയിടത്തോളം ഭാഗം പൊളിച്ചു നീക്കി ആവശ്യമില്ലാത്ത കമ്പിയും മറ്റും മാറ്റി കൃത്യമായ അളവിൽ സാധനങ്ങൾ ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. സ്ഥലത്തിന്റെ ലഭ്യത കുറവാണ് പല വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സമാകുന്നതെന്ന് TV രാജേഷ് MLA. മാടായി അടുത്തലയിൽ പുതുതായി നിർമ്മിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ഫണ്ട് അനുവദിക്കുമ്പോൾ തുടർ പ്രവർത്തനങ്ങൾക്കായി ജനങ്ങളുടെ ഭാഗത്തു നിന്നും പൂർണ്ണ പിന്തുണ വേണമെന്നും MLA അഭിപ്രായപ്പെട്ടു. പ്രത്യേകിച്ചും സ്ഥലത്തിന്റെ അപര്യാപ്തത കൊണ്ട് ഇപ്പൊ പാലത്തിന് ഭരണാനുമതി ലഭിക്കും. പക്ഷെ അപ്രോച്ച് റോഡ് നിർമ്മിക്കണമെങ്കിൽ ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുക്കില്ല. ആ സ്ഥലം ജനങ്ങൾ സൗജന്യമായി വിട്ടുകൊടുക്കണം. കല്യാശ്ശേരി മണ്ഡലത്തിൽ പല റോഡുകളും പാലങ്ങളും സർക്കാർ ഫണ്ട് അനുവദിച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടുമ്പോൾ പൊതുജനങ്ങൾ അതിന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാവാത്തതാണ് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവുന്നതെന്ന് TV രാജേഷ് MLA പറഞ്ഞു. ആ രീതിയിൽ നിന്ന് മാറ്റമുണ്ടായാൽ പല പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അംഗൻവാടി കെട്ടിടം നിർമ്മിക്കാൻ ഭൂമി വിട്ടു നൽകിയ വ്യക്തിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും ഇതുപോലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി വിട്ടു നൽകാൻ മറ്റുള്ളവരും തയ്യാറാവണമെന്നും TV രാജേഷ് MLA കൂട്ടിച്ചേർത്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P കണ്ണൻ അധ്യക്ഷനായി. രാജമാത്തച്ചൻ, T കുഞ്ഞിരാമൻ, K സുലൈമാൻ, V വിനോദ്, T കരുണാകരൻ, K ഗോവിന്ദൻ, SV ശ്രീധരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കുണിയൻ കിഴക്കേക്കര കൊടോര പവിത്രന്റെ വീട്ടിൽ വൈദ്യുതി എത്തി. ചെറിയൊരു ദ്വീപിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പവിത്രന്റെയും കുടുംബത്തിന്റെയും ദയനീയ അവസ്ഥ നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. കരിവള്ളൂർ കുണിയൻ കിഴക്കേക്കര കൊടോര പവിത്രനും കുടുംബത്തിനും മഴയെത്തിയാൽ പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ പാടം നീന്തിക്കടക്കണം. വിശാലമായ പാടത്ത് അതിരിലാണ് പവിത്രനും കുടുംബവും താമസിക്കുന്നത്. പവിത്രന്റെയും കുടുംബത്തിന്റെയും ദയനീയാവസ്ഥ നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി വകുപ്പ് കരിവള്ളൂർ സെക്ഷൻ പവിത്രന്റെ വീട്ടിൽ വെളിച്ചമെത്തിച്ചു. 33,000 രൂപ ചെലവിലാണ് വൈദ്യുതി എത്തിച്ചത്. 4 വൈദ്യുതി തൂണുകൾ ഉപയോഗിച്ച് 10 പേർ ഉച്ചവരെ പണിയെടുത്തതിന്റെ ഫലമായി ഇനി പവിത്രനും കുടുംബത്തിനും വെളിച്ചത്തിലിരിക്കാം. കേന്ദ്ര പദ്ധതി RGGY എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കണക്ഷൻ ഇന്ന് നൽകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ, ഞാനും പത്രവാർത്തകളിൽ അറിയുന്ന പോലെ, ശ്രീ പവിത്രന് ഈ 4 പോസ്റ്റും ഇത്രയും കണ്ടക്ടർ വലിച്ചിട്ട് കമ്പി വലിച്ചിട്ട് വലിയൊരു എസ്റ്റിമേറ്റ് അടച്ചിട്ട് ഒരു കണക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കുടുംബമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള പദ്ധതിയിലൂടെ ഈ കണക്ഷൻ ഇവരെ വീട്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വൈദ്യുതി കണക്ഷൻ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഇലക്ട്രിസിറ്റി ബോർഡിനും വളരെയധികം സന്തോഷമുണ്ട്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV പ്രകാശൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ TP സൂരജ്, KV ദാമോദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കമ്പ്യൂട്ടറുകളുടെയും ടാബുകളുടെയും സാങ്കേതിക സംവിധാനങ്ങളുടെയും കടന്നുകയറ്റത്തിൽ പുറന്തള്ളിയ ടൈപ്പ് റൈറ്റിംഗ് മെഷീനുകൾ വീണ്ടും തിരിച്ചുവരുന്നു. വിവിധ ലക്ഷ്യങ്ങളോടെ വീണ്ടും നിരവധി പേരാണ് ടൈപ്പ് റൈറ്റിംഗ് മേഖലയിൽ സജീവമാകുന്നത്. ടൈപ്പ് റൈറ്റുകൾക്ക് വീണ്ടും നല്ല കാലം വരികയാണ്. 10ാം തരം പരീക്ഷ കഴിഞ്ഞാൽ മറ്റൊരു ചിന്തയുമില്ലാതെ ടൈപ്പ് റൈറ്റിംഗ് എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങിയിരുന്ന 3 പതിറ്റാണ്ട് മുൻപത്തെ ശീലം മലയാളികളുടെ ഓർമ്മയിൽ ഉണർത്തിയാണ് വീണ്ടും ടൈപ്പ് റൈറ്റിംഗ് പഠനത്തിന് ആളുകൾ എത്തുന്നത്.
കമ്പ്യൂട്ടറുകളുടെയും ടാബുകളുടെയും തള്ളിക്കയറ്റത്തിൽ പഠനരീതി തന്നെ മാറ്റിമറിക്കപ്പെട്ട ഇന്ന് ടൈപ്പ് റൈറ്റിംഗ് പരിശീലിക്കുകയെന്ന് കേട്ടാൽ ആരും നെറ്റിച്ചുളിച്ചേക്കാം. എന്നാൽ അങ്ങനെ പറയാൻ വരട്ടെ. വ്യത്യസ്ത പ്രായത്തിലുള്ള 50-ൽ പരം പേർ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാനായി സമയം തേടി പയ്യന്നൂർ നഗരത്തിൽ ഒത്തുചേരുന്നുവെന്ന് പറഞ്ഞാൽ അത് തീരെ അതിശയോക്തിയാവില്ല. ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ഉൾപ്പെടെ പഴമയിൽ പുതുമ നിറയുന്ന കെൻവുഡ്, ഫേസിറ്റ്, അധികായരായ ഗോദ്രേജ് തുടങ്ങി പല പേരുകേട്ട കമ്പനികളുടെയും 45ഓളം ടൈപ്പ് റൈറ്റിംഗ് മെഷീനുകളിൽ ഇവിടെ മണിക്കൂറുകൾ പരിശീലനം നടന്നുവരുന്നു. പഠിതാക്കൾ മുതിർന്നവരോ സ്ത്രീകളോ കുട്ടികളോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പലവിധ ലക്ഷ്യങ്ങളുമായി ടൈപ്പ് റൈറ്റിംഗ് പരിശീലിക്കുന്നു. നാല് മാസമായി ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്നത്. ഗവൺമെൻറ് അംഗീകൃത സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. ഇത് വെച്ച് പിന്നെ കുറേ ഒട്ടനവധി PSCക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എളുപ്പത്തിൽ ഇംഗ്ലീഷ് പെട്ടെന്ന് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഇവിടെ മലയാളമുണ്ട്, ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷുണ്ട്, അറബിയുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയാൽ തന്നെ ഈ അറബിയും ഇംഗ്ലീഷും തമ്മിൽ മിങ്കിൾ ചെയ്തിട്ട് പാസ്പോർട്ട് ക്ലിയറായി കൊടുക്കുന്ന അത് വലിയ ചാൻസാണ്. ഇപ്പോൾ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിനടുത്ത ബിഗ് ടെക് എന്ന സ്ഥാപനം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പഠിതാക്കളുടെ വരവും പോക്കുമായി ദിവസവും സജീവമാണ്. കഴിഞ്ഞ 30 വർഷമായി ഈ സ്ഥാപനം നടത്തിവരുന്ന കുണ്ടേങ്കോവൽ സ്വദേശി ഹംസയുടെ മേൽനോട്ടത്തിൽ മകൾ ലുബൈബയാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്നതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്നതിനും നല്ലൊരു സ്പീഡ് നൽകുന്നുണ്ട്. ടൈപ്പ് പഠിക്കുന്നത് കൊണ്ട് കുറേ ഗുണങ്ങൾ തന്നെയാണുള്ളത്. പിന്നെ അനവധി ജോലികൾ നേടിക്കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ്, അറബി, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളാണ് ഇവിടെ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. പഠിതാക്കളിൽ ഗൾഫ് നാടുകളിൽ ജോലിക്കായി അറബി ടൈപ്പ് റൈറ്റിംഗ് പരിശീലിക്കാനും വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി തേടുന്നവരുമാണ് കൂടുതലായും ഉള്ളത്. ആദ്യകാല മെഷീനുകൾ ഉപയോഗിക്കുന്നത് പഠിതാക്കൾക്ക് ഏറെ ഗുണമുള്ളതാണെങ്കിലും ഇതിൽ ടൈപ്പിങ്ങിനായി മാറ്റിയിടേണ്ടി വരുന്ന ഇങ്ക് റിബണും അനുബന്ധ സാധനങ്ങളും കിട്ടുക എന്നത് പ്രയാസകരമാണെന്ന് ഉടമ പറയുന്നു. നമ്മുടെ കൺമുൻപിൽ നിന്നും മാഞ്ഞുപോയെന്ന് കരുതിയ ടൈപ്പ് റൈറ്റിംഗ് പരിശീലന കേന്ദ്രവും മെഷീനുകളും ഇപ്പോഴും സജീവമാണെന്നത് വലിയ ആശ്വാസമാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ങ്ങളുടെയും തള്ളിക്കയറ്റത്തിൽ ഒരു കാലത്ത് നിരവധി പേർക്ക് സ്വദേശത്തും വിദേശത്തും തൊഴിൽ നൽകിയിരുന്ന ടൈപ്പ് റൈറ്റിംഗ് മെഷീനുകളും ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തനം നിലച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രംഗം സജീവമാക്കാൻ സർക്കാർ തന്നെ പദ്ധതികൾ കൊണ്ടുവരേണ്ടെന്ന ആവശ്യം ശക്തമാവുന്നു. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ടി ബാബു, പഴയങ്ങാടി. നെഹ്റു യുവകേന്ദ്രയുടെ സംസ്ഥാന യൂത്ത് അവാർഡ് കണ്ണൂർ ജില്ലയിലെ താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഏറ്റുവാങ്ങി. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ കേരള ഗവർണർ ജസ്റ്റിസ് പി സദാശിവനിൽ നിന്നും ക്ലബ് അംഗങ്ങൾ അവാർഡ് ഏറ്റുവാങ്ങി. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന യുവജന ക്ലബ്ബുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ക്ലബിനാണ് നെഹ്റു യുവകേന്ദ്രയുടെ അവാർഡ് നൽകുന്നത്. 2013-14 സാമ്പത്തിക വർഷത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് താവം ഈഗിൾ ക്ലബിനെ അവാർഡിനായി തിരഞ്ഞെടുത്തത്. സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ക്ലബിന് സാധിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മന്ത്രി PK ജയലക്ഷ്മി, വി മുരളീധരൻ MLA, മുൻ കേന്ദ്രമന്ത്രി O രാജഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഈഗിൾ ക്ലബ്ബ് സെക്രട്ടറി സന്തോഷ് PP, പ്രസിഡന്റ് നികേഷ് താപം തുടങ്ങിയവർ അവാർഡ് ഏറ്റുവാങ്ങി. ഈ വർഷത്തെ മികച്ച യൂത്ത് ക്ലബിനുള്ള അവാർഡും താപം ഈഗിൾ ആർട്സ് ക്ലബ്ബ് കരസ്ഥമാക്കി. It embodies the inspiring words of our first Prime Minister, Pandit Jawaharlal Nehru, who considered he was elevated to the post of judge. Another important gentleman in Rajiv Gandhi assassination accused case already. പാടിയോട്ടുചാൽ തട്ടുമ്മൽ റോഡിന് ശാപമോക്ഷം. വീതി കൂട്ടി ടാറിങ്ങിനായി ഫണ്ട് അനുവദിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകി. പാടിയോട്ടുചാൽ തട്ടുമ്മൽ റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പലതവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. വീതി വളരെ കുറവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതുമായ റോഡിൽ ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയില്ല. മാത്രമല്ല ടാറിങ്ങിന് ഇരുവശവും മണ്ണൊലിച്ചുപോയി വൻ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ നിത്യസംഭവമാണ്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഉള്ള സംഘം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ അറിയിച്ചപ്പോഴാണ് മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചത്.
14 കിലോമീറ്റർ റോഡിന് വീതി കൂട്ടി ടാർ ചെയ്യാൻ 6.5 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കൂത്തുപറമ്പ് സ്മാരക സെവൻസ് വിശേഷങ്ങൾ. ശനിയാഴ്ച നടന്ന മത്സരത്തിൽ മൊട്ടമ്മൽ ബ്രദേഴ്സ് തൃക്കരിപ്പൂരിന് ജയം. ഹിറ്റേഴ്സ് എടച്ചാക്കയെ 2-3 ഗോളുകൾക്കാണ് മൊട്ടമ്മൽ ബ്രദേഴ്സിന് വിജയം. ആവേശത്തെക്കാളേറെ കാണികളെ രസിപ്പിച്ച മത്സരമായിരുന്നു ശനിയാഴ്ച ഹിറ്റേഴ്സ് എടാട്ടുമലും മെട്ടമ്മൽ ബ്രദേഴ്സ് തൃക്കരിപ്പൂരും തമ്മിൽ നടന്നത്. മത്സരം ആരംഭിച്ച് അധികം വൈകാതെ തന്നെ മെട്ടമ്മൽ ബ്രദേഴ്സ് ലക്ഷ്യം കണ്ടു. ഒരു ഗോൾ വീണതോടെ ഉണർന്നു കളിച്ച ഹിറ്റേഴ്സ് എടച്ചാക്കൈ മനോഹരമായ ഗോളവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ലക്ഷ്യം നേടാനായില്ല. ആദ്യ പകുതി അവസാനിക്കാൻ 2 മിനിറ്റുകൾക്ക് മുന്നേ ഹിറ്റേഴ്സ് തങ്ങളുടെ സമനില ഗോൾ നേടി. രണ്ടാം പകുതിയിൽ ഹിറ്റേഴ്സ് ഒരു ഗോൾ കൂടിയടിച്ച് മുന്നിലെത്തിയെങ്കിലും മെട്ടമ്മലിന്റെ കളിമികവിന് മുന്നിൽ പതറിപ്പോവുകയായിരുന്നു. ഒരു ഗോൾ ലീഡിന്റെ ആധിപത്യം അധിക സമയം നിലനിർത്താൻ ടീമിനായില്ല. ഒരു ഗോൾ കൂടി നേടി മെട്ടമ്മൽ ഹിറ്റേഴ്സിനൊപ്പം എത്തിയതോടെ മത്സരം കൂടുതൽ കടുത്തു. അധികം വൈകാതെ മെട്ടമ്മൽ തങ്ങളുടെ 3ാം ഗോളും നേടി. മെട്ടമ്മൽ ബ്രദേഴ്സിന്റെ അർജുൻ കളിയിലെ മികച്ച താരമായി. വനിതാ MLA-മാരെ അപകീർത്തിപ്പെടുത്തിയ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ പ്രകടനം നടത്തി. ഗാന്ധി പാർക്കിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ KP ജ്യോതി, P ശ്യാമള, K സാവിത്രി എന്നിവർ സംസാരിച്ചു. KP ജ്യോതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. CPIM കണ്ണൂർ ഏരിയ സെക്രട്ടറിയായി KP സുധാകരനെ തെരഞ്ഞെടുത്തു. പാർട്ടി ജില്ലാ സെക്രട്ടറി P ജയരാജന്റെ സാന്നിധ്യത്തിൽ നടന്ന ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് പുതിയ ഏരിയ സെക്രട്ടറിയായി KP സുധാകരനെ തെരഞ്ഞെടുത്തത്. ദശാബ്ദങ്ങളായി കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുധാകരൻ ട്രേഡ് യൂണിയൻ നേതാവും മികച്ച സംഘാടകനും അറിയപ്പെടുന്ന പ്രാസംഗികനുമാണ്. കേബിൾ TV എംപ്ലോയീസ് അസോസിയേഷൻ CATU കണ്ണൂർ ജില്ലാ സെക്രട്ടറി, ജ്വല്ലറി ഷോപ്സ് എംപ്ലോയീസ് യൂണിയൻ CATU ജില്ലാ സെക്രട്ടറി, ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. ഡെൽകോ മുൻ ചെയർമാനും കൂടിയാണ്. മികച്ച ഫുട്ബോളറായിരുന്ന സുധാകരൻ ജിംഖാന, ലക്കി സ്റ്റാർ, സ്പിരിറ്റഡ് യൂത്ത്സ് എന്നീ പ്രമുഖ ടീമുകളുടെ മുൻനിര കളിക്കാരനായിരുന്നു. വെറ്ററൻ ഫുട്ബോൾ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമാണ്. പ്രമുഖ ഗാന്ധിയൻ നാരായണൻ ദേശായി അനുസ്മരണ സമ്മേളനം പയ്യന്നൂരിൽ നടന്നു. ഗാന്ധി പാർക്കിൽ പൗരാവകാശ സമിതി സംഘടിപ്പിച്ച സമ്മേളനം K സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായ ഒരു ധാരയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും. ഈ പറഞ്ഞ നിരന്തരമായുള്ള സംസാരത്തിലൂടെ പലതരത്തിലുള്ള അദ്ദേഹം കടന്നുപോയ ദേശായിയുടെ വാക്കുകൾ പിന്തുടരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണെന്ന് K സഹദേവൻ പറഞ്ഞു. K രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. K രാജീവ് കുമാർ, N സുബ്രഹ്മണ്യൻ, വിനോദ് രാമന്തളി എന്നിവർ പ്രസംഗിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSKTU നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജ് കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. KSKTU ജില്ലാ കമ്മിറ്റി ട്രഷറർ വങ്ങാട്ട് കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഭൂരഹിതർക്ക് ഭൂമി നൽകുക, ഭൂമിക്ക് പട്ടയം നൽകുക, തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കുക, പെൻഷൻ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSKTU നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജ് കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. KSKTU നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജ് സെക്രട്ടറി P ശ്രീധരനാണ് ജാഥ ലീഡർ. KSKTU നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് KV രാധയാണ് ജാഥ മാനേജർ. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ നമ്മുടെ MLA-മാർ വനിതകളടക്കം ഒരു കാരണവശാലും ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞു അല്ലേ? അപ്പോഴെന്താ ചെയ്ത് നമ്മുടെ കേരളത്തിൽ 6 വനിതാ MLA-മാരെ നികൃഷ്ടമായ രീതിയിൽ ഭാഷയിൽ പറയുന്നതിനിപ്പോ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പയ്യന്നൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ ഉണർവ് 2015 നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്വം മേച്ചേരി ഉദ്ഘാടനം ചെയ്തു.
ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും ഭാഗമായി സ്വദേശി വിദേശി കുത്തകകൾ വ്യാപാര മേഖലയിലേക്ക് നടത്തുന്ന കടന്നുകയറ്റത്തിനെതിരെ വ്യാപാരികളെ ബോധവൽക്കരിക്കുന്നതിനും വ്യാപാര മേഖലയുടെ ആധുനിക പ്രവണതകളെക്കുറിച്ച് വ്യാപാരികളെ പരിശീലിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പയ്യന്നൂർ മേഖലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പുറച്ചേരി കേശവതിരം ആയുർവേദ ഗ്രാമത്തിൽ വെച്ച് നേതൃത്വ പരിശീലന ക്യാമ്പ് നടത്തിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. പല മേഖലയും വമ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടാണ് വ്യാപാര സ്ഥാപനങ്ങൾ. മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് എം പി തിലകൻ അധ്യക്ഷനായി. കവി മേലത്ത് ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരുന്നു. ജോസ് ഇടപ്പറമ്പിൽ, കെ യു വിജയകുമാർ, ബദിരവന വിഷ്ണു നമ്പൂതിരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KSKTU വെള്ളൂർ സൗത്ത് വില്ലേജ് സമ്മേളനം അന്നൂരിൽ AV രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSKTU വെള്ളൂർ സൗത്ത് വില്ലേജ് സമ്മേളനം അന്നൂരിൽ ജില്ലാ കമ്മിറ്റി അംഗം MV രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സംഘടന അതിന്റെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം പാലക്കാട് വെച്ച് ചേർന്നു. 1970 നമ്മൾ ഒന്നാം സംസ്ഥാന സമ്മേളനം ചേരുമ്പോൾ 47,640 മെമ്പർമാർ മാത്രമാണ് അന്ന് സംസ്ഥാനത്താകെ നമുക്കുണ്ടായത്. കെ ഗോവിന്ദൻ അധ്യക്ഷനായിരുന്നു. M രാഘവൻ, T ഗോപാലൻ, C കരുണാകരൻ എന്നിവർ പ്രസംഗിച്ചു. നിരവധി പേർ സംബന്ധിച്ചു. IRPCയും കണ്ടോത്ത് പാട്യം കലാസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാട്യം കലാസമിതിയിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. കണ്ടോത്ത് പാട്യം കലാസമിതിയും IRPCയും ചേർന്ന് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. ക്യാമ്പിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം പേർക്ക് സൗജന്യ ചികിത്സ നൽകി. വാർഡ് കൗൺസിലർ K ചന്ദ്രിക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. P വാമദേവൻ അധ്യക്ഷനായിരുന്നു. T മിഥുൻ, P ഷിജിത്ത് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി സൗജന്യ മരുന്ന് വിതരണവും നടന്നു. ജീവിതശൈലി രോഗങ്ങൾക്കും ക്യാമ്പിന്റെ ഭാഗമായി ചികിത്സ നൽകി. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് KSTA മാടായി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടനയെ മനസ്സിൽ സൂക്ഷിക്കുകയും എല്ലാവർക്കും ഒരുപോലെ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വപരമായി മുന്നോട്ട് പോകാൻ കഴിയും. K അജയൻ ചടങ്ങിൽ അധ്യക്ഷനായി. K മനോജ് കുമാർ, CV സുരേഷ് ബാബു, TV ഗണേശൻ, MV ലത, N ജയശങ്കർ എന്നിവർ സംസാരിച്ചു. AYF പയ്യന്നൂർ കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി പരിസരം ശുചീകരിച്ചു. CPI പയ്യന്നൂർ താലൂക്ക് ആശുപത്രി പരിസരം ശുചീകരിച്ചു. CPI പയ്യന്നൂർ മണ്ഡലം സെക്രട്ടറി M രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CK ചന്ദ്രപ്പൻ അനുസ്മരണ ദിനാചരണത്തോടനുബന്ധിച്ചാണ് DYFI പ്രവർത്തകർ താലൂക്ക് ആശുപത്രി പരിസരം ശുചീകരിച്ചത്. ചടങ്ങിൽ MB വേണു അധ്യക്ഷനായി. KV ബാബു, KV പത്മനാഭൻ, ശ്രീജിത്ത് കുഞ്ഞിമംഗലം തുടങ്ങിയവർ നേതൃത്വം നൽകി. 20ഓളം പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. അതോടനുബന്ധിച്ച് AYFന്റെ നേതൃത്വത്തിൽ ഇത്തരം പരിപാടികൾ ആശുപത്രിയും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളൊക്കെ തന്നെ ശുചീകരിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി പരിസരവും ശുചീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മാടായി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് VN എരിപുരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ KERലും KSRലൊന്നും പറയാത്ത തസ്തികകൾ CRC കോർഡിനേറ്റർമാർ പുതിയ തസ്തിക ഉണ്ടാക്കുകയാണ്. ആയിരക്കണക്കിന് തസ്തികകൾ ഓരോ പഞ്ചായത്തിലും ഓരോ CRC കോർഡിനേറ്റർ എന്ന നിലയിൽ വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇല്ലാത്ത തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് അവരൊക്കെ തന്നെ അവിടെ. ചടങ്ങിൽ K ബാബു അധ്യക്ഷനായിരുന്നു. M അബ്ദുൾ നാസർ, ജയരാജൻ CP, T കരുണാകരൻ, ശ്രീധരൻ P എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകർക്ക് KPSTU കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് CV സോമനാഥൻ ഉപഹാര സമർപ്പണം നടത്തി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പുതിയ മലയാളം ചാനൽ ജനം TVയുടെ പ്രചരണാർത്ഥം പ്രോഗ്രാം വണ്ടി പയ്യന്നൂരിലെത്തി. BJPയുടെ പുതിയ മലയാളം ചാനലായ ജനം TVയുടെ വാഹന പ്രചരണ വണ്ടി പയ്യന്നൂരിലെത്തി.
ഡാൻസും പാട്ടും വിവിധ ഗെയിമുകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏപ്രിൽ 19-നാണ് ചാനലിന്റെ ഉദ്ഘാടനം. ആ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. കാഴ്ചയുടെ പുതിയ ദൃശ്യ വിസ്മയങ്ങൾ ഒരുക്കാൻ വേണ്ടി എല്ലാ ചാനൽസിലും ഉള്ളതുപോലെ തന്നെയാണ് പ്രോഗ്രാം. മാടായി LP സ്കൂൾ 65-ാം വാർഷികാഘോഷം സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി റോസ ഉദ്ഘാടനം ചെയ്തു. LP സ്കൂൾ ഗവൺമെന്റ് സ്കൂളുകൾക്ക് വാരിക്കോരി കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ഈ LP സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകളൊക്കെ ഇന്ന് അവശതയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാകണം. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ തച്ചൻ അധ്യക്ഷയായി. വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനം CV കുഞ്ഞിരാമൻ നിർവഹിച്ചു. സീരിയൽ താരം സുധീഷ് ഭാസ്കർ മുഖ്യാതിഥിയായിരുന്നു. പ്രൊഫസർ VJ വിൻസെന്റ് സാംസ്കാരിക പ്രഭാഷണം നടത്തി. VM രാജീവൻ, K ആശ, TV ജയശ്രീ, N പ്രസന്ന, TP ജയപ്രകാശ്, TM ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മാടായി സൗത്ത് LP സ്കൂൾ 65-ാം വാർഷികത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു. പഴയങ്ങാടിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര സ്കൂൾ പരിസരത്ത് സമാപിച്ചു. 6.5 പതിറ്റാണ്ടുകാലമായി മാടായി ഗ്രാമപഞ്ചായത്ത് അക്ഷരവെളിച്ചം പകർന്ന മാടായി LP സ്കൂൾ 65-ാം വാർഷികത്തിന്റെ ഭാഗമായി ശ്രദ്ധേയമായി. പൂർവ്വ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ ഉൾപ്പെടെ നിരവധി പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ശ്രീ ഒളവരമുണ്ടിക്കാവ് ക്ഷേത്രം പൂരോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രക്കുളവും പരിസരവും ശുചീകരിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ദേശീയ ശുചിത്വ വാരാചരണത്തിന് തുടക്കമായി. മാടായി പഞ്ചായത്ത് ഹാളിൽ രാജമ്മ തച്ചൻ ഉദ്ഘാടനം ചെയ്തു. അവരോട് പറയുമ്പോൾ മിക്ക കാര്യങ്ങളും അങ്ങനെ തന്നെ നടക്കുന്നത്. അപ്പൊ ആ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കലായിരിക്കണം ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഒരുപാട് ക്ലാസ്സൊക്കെ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് മേലെ നിന്നുള്ള നിർദ്ദേശ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ദേശീയ ശുചിത്വ വാരാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര കുടിവെള്ള ശുചിത്വ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. മാടായി പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ അജിത് മാട്ടൂൽ അധ്യക്ഷനായി. VE ദീപ, K സുലൈമാൻ, TV ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. VO രഘുവരൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുപുഴ ആയന്നൂർ ശ്രീ ശിവക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. കല്ലമ്പള്ളി ജയൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. കല്ലമ്പള്ളി ജയൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. സപ്താഹത്തിന് മുന്നോടിയായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര മാർച്ച് 21-ന് നടന്നു. എല്ലാ ദിവസവും നടക്കുന്ന അന്നദാനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. മാർച്ച് 28-ന് നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും കലാപരിപാടികളും നടക്കും. മാട്ടൂൽ ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന സമ്മേളനം കണ്ണൂർ രൂപതാ ബിഷപ്പ് റവറന്റ് ഫാദർ ഡോക്ടർ അലക്സ് വടക്കുന്തല ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ കീഴടക്കുവാനുള്ള ഏക ആയുധം വിദ്യാഭ്യാസമാണ്. കാരണം മറ്റ് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും സമൂഹത്തിൽ നിലകൊള്ളുമ്പോഴും നല്ല വിദ്യാഭ്യാസം ആർജിക്കുവാൻ സാധിച്ചാൽ. സ്കൂളിന്റെ 75-ാം വാർഷിക ഭാഗമായി സംഘടിപ്പിച്ച ഒരു വർഷം നീണ്ടുനിന്ന വാർഷിക പരിപാടികൾക്കാണ് ശനിയാഴ്ച സമാപനമായത്. ജൂബിലി മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം TV രാജേഷ് MLA നിർവഹിച്ചു. ജോൺ K അധ്യക്ഷനായി. സിനിമാ സീരിയൽ താരം അനു ജോസ് മുഖ്യാതിഥിയായിരുന്നു. കണ്ണൂർ രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാർട്ടിൻ രാജപ്പൻ എൻഡോമെന്റ് വിതരണം ചെയ്തു. ഫാദർ ജോർജ് മാത്യു ചെമ്പകശ്ശേരിയിൽ, ഫാദർ റൂബിൻ പാലിയത്ത്, മാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CH ഖൈറുന്നീസ, നേരത്തെ സ്കൂളിലെത്തിയ വിശിഷ്ടാതിഥികളെ കുട്ടികളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ സ്വീകരിച്ചാനയിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി കുട്ടികളുടെ കലാവിരുദ്ധം അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ തായ്നേരി 18-ാം വാർഡ് ശലഭം കുടുംബശ്രീ 1-ാം വാർഷിക ഭാഗമായി പിലാത്തറ ഹോപ്പ് അന്തേവാസികൾക്ക് ധനസഹായ വിതരണവും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും വിതരണം ചെയ്തു.
ഇനി അറിയിപ്പുകൾ. മാർച്ച് 23 തിങ്കളാഴ്ച രാത്രി 7:30 കരിവള്ളൂർ എ.വി. സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്താനിരുന്ന കരിവള്ളൂർ ഫൈനാൻസ് സൊസൈറ്റിയുടെ പ്രതിമാസ പരിപാടി പിലാത്തറ ലാസി അവതരിപ്പിക്കുന്ന കുരുക്ഷേത്ര നൃത്താവിഷ്കാരം മാറ്റിവെച്ചതായി ബന്ധപ്പെട്ടവർ അറിയിക്കുന്നു. രാമന്തള്ളി ശ്രീ കരപ്പാത്ത് അറ കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 26-27 തീയതികളിൽ നടത്തപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. കാര്യങ്കോട് തേജസ്വിനി പുഴയിലേക്ക് കാർ മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഏഴിലോട് സ്വദേശിനി രാധികയാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെയാണ് അപകടം. കുഞ്ഞിമംഗലം മൂശാരിക്കോവിലിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണം. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് ഒരു സംഘം ഓഫീസിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തത്. കടുമേനി ബോംബെ മുക്കിൽ കുടുംബശ്രീ വിപണന കേന്ദ്രത്തിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ അനാസ്ഥയെന്നാരോപിച്ച് നാട്ടുകാർ പ്രവൃത്തി തടഞ്ഞു. പ്രവൃത്തി തടഞ്ഞത് സ്ഥലത്ത് നേരിയ തോതിൽ വാക്കുതർക്കത്തിന് ഇടയാക്കി. സ്ഥലത്തിന്റെ ലഭ്യത കുറവാണ് പല വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സമാകുന്നതെന്ന് ടി.വി. രാജേഷ് എം.എൽ.എ. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല നടപടിയുണ്ടാകുമ്പോൾ ജനങ്ങളും പൂർണ്ണമായും സഹകരിക്കണമെന്ന് എം.എൽ.എ. ആധുനികതയിൽ നിറമങ്ങിപ്പോയ ടൈപ്പ് റൈറ്ററുകൾക്ക് പുനർജനി. ഗൾഫ് നാടുകളിലടക്കം ജോലി സാധ്യതയ്ക്ക് ടൈപ്പ് റൈറ്റിംഗ് മാനദണ്ഡമാക്കിയതാണ് ടൈപ്പ് റൈറ്റിംഗിനെ വീണ്ടും സജീവമാക്കുന്നത്. കുണിയൻ കിഴക്കേക്കരയിലെ പവിത്രന്റെയും കുടുംബത്തിന്റെയും ജീവിതം ഇനി പ്രകാശപൂർണം. കെ.എസ്.ഇ.ബിയുടെ സഹായഹസ്തത്തിൽ പവിത്രന്റെ വീട്ടിൽ വൈദ്യുതി ലഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.